നിർണായക പ്രഖ്യാപനത്തിന് പിന്നാലെ മുസ്ലിം ലീഗിനെ കടന്നാക്രമിച്ച BJP, മുസ്ലിം ലീഗാണ് ഹൈക്കമാൻഡ് എന്ന് പാർട്ടിയുടെ ഔദ്യോഗിക FB പേജിലെ പോസ്റ്റ്. സാദിഖ് അലി തങ്ങളുടെയും ജമാഅത്ത് ഇസ്ലാമി അമീറിന്റെയും ചിത്രം പങ്കുവച്ചാണ് K. സുരേന്ദ്രന്റെ വിമർശനം. സാദിഖ് അലി തങ്ങൾ ഉൾപ്പെടെയുള്ള ലീഗ് നേതാക്കളെ പരിഹസിക്കുന്ന പോസ്റ്റുകളുമായി സജീവമാവുകയാണ് BJP ഹാൻഡിലുകൾ. പ്രസാദ് ഉടുമ്പശ്ശേരിയുണ്ട്. പ്രസാദ്, അങ്ങനെ BJP അവരുടെ പണി തുടങ്ങി. BJP ഇനി വരുന്ന നാളുകളിൽ കേരളത്തിൽ അവരുടെ ഒരു രാഷ്ട്രീയം ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്യുക എന്നതിന്റെ തെളിവാണ് ഇന്നത്തെ അവരുടെ പ്രതികരണങ്ങൾ എന്ന് പറയുന്നത്. കഴിഞ്ഞ 2 മണിക്കൂറിനകം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് BJPയുടെ ഔദ്യോഗിക പേജിൽ 3 പോസ്റ്റുകളാണ് ഈ കോൺഗ്രസ് ലീഗുമായി ബന്ധപ്പെട്ടുകൊണ്ട് എടുത്തു വന്നുള്ളത്. അതിലൊന്ന് ഈ തീരുമാനത്തിന്റെ പിന്നിൽ പാണക്കാടിന്റെ പവർ എന്ന് സൂചിപ്പിച്ചുകൊണ്ടൊരു പോസ്റ്റ്, മറ്റൊന്ന് ഇനി മുസ്ലിം ലീഗിന്റെ കീഴിലായിരിക്കും കോൺഗ്രസും അതിന്റെ തീരുമാനങ്ങളും എന്ന് സൂചിപ്പിക്കുന്ന തരത്തിൽ, മറ്റൊന്ന് ലീഗിന്റെ പാട്ടിനൊപ്പം തുള്ളുന്ന ഒരു പാവയായി കോൺഗ്രസ് മാറും എന്ന തരത്തിലുള്ള 3ാമത്തെ പോസ്റ്റ്. അങ്ങനെ ഒരു വിഷയത്തിൽ 3 പ്രതികരണങ്ങൾ 2 മണിക്കൂറിനകം BJP ഇട്ടിരിക്കുന്നു എന്നുള്ളതിന്റെ ലക്ഷണം എന്ന് തന്നെ ഇത് ഇനി കൂടുതൽ ഈ രീതിയിലായിരിക്കും. കേരളത്തിൽ എന്ത് തീരുമാനമെടുത്താലും, മുഖ്യമന്ത്രി എന്ത് തീരുമാനമെടുത്താലും അത് ലീഗിന് വഴങ്ങിയായിരിക്കും അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാകുക എന്ന തരത്തിലുള്ള ഒരു പ്രചാരണം BJPയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. മറ്റൊന്നിപ്പോൾ BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ഇട്ടിരിക്കുന്നത് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് അതൊന്ന് പാണക്കാട് തങ്ങളും മറ്റൊന്ന് ജമാഅത്ത് ഇസ്ലാമിയുടെ കേരള അമീറായിട്ടുള്ള മുജീബ് റഹ്മാനുമാണ് എന്ന തരത്തിലുള്ള പോസ്റ്റാണ് ഇട്ടിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇത് കോൺഗ്രസും BJPയും തമ്മിലുള്ള ഒരു വാക്പോരാട്ടമായി തന്നെ മാറും. അവരുടെ പ്രചാരണത്തിന്റെ ലക്ഷ്യം തന്നെ BJP പ്രധാനമായും ഈ വിഷയം ഉയർത്തിക്കാണിച്ചായിരിക്കും ഇനി വരുന്ന നാളുകളിൽ നടത്തുന്ന അവരുടെ പ്രചാരണം പ്രധാനമായും ഈ കാര്യം ഉന്നയിച്ചുകൊണ്ടായിരിക്കും. ശരി, പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് വിശദാംശം നൽകിയത്.